ഹായ്. ഇന്ന് ഞാനൊരു കഥ പറയാം. അതിനിടയിൽ കുറച്ച് കാര്യം കൂടി പറയാം. ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രയാസവും വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തിനെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുക. ഇനി കഥയിലേക്ക് പോകാം. പണ്ടൊരു മൂവാണ്ടൻ മാവ് തനിക്കൊരു സൗഹൃദം വേണമെന്ന് കരുതി ഒരു ചെടിയെ തൻ്റെ ശിഖരത്തിൽ വളരാൻ അനുവദിച്ചു. വളർന്ന് ആ ചെടി പുഷ്പിച്ചു. നല്ല പൂവൊക്കെ വിരിഞ്ഞപ്പോൾ അതൊരു ഇത്തിൾ ചെടിയാണെന്ന് മൂവാണ്ടൻ മാവിന് മനസ്സിലായി. അവരുടെ സൗഹൃദം വളർന്നു. വർഷങ്ങൾ കടന്നു. മൂവാണ്ടൻ മാവിൻ്റെ ശിഖരങ്ങളുടെ പകുതി ഭാഗവും ഇത്തിളിപ്പോൾ കൈയടക്കി. അത് തളച്ചു വളർന്നു. എന്നാലും മൂവാണ്ടൻ മാവിന് ഒരു പരാതിയോ പരിവോ ഇല്ല. അവരങ്ങനെ സൗഹൃദത്തോട് കടന്നുപോയി. ഒരു ദിവസം മൂവാണ്ടൻ മാവിൻ്റെ വേരിന് ചെറിയൊരു കേട് വന്നു. ആ കേട് കുറച്ച് കൂടുതലായപ്പോൾ ഇത്തിളിന് വിചാരിച്ചതുപോലെ വെള്ളവും വളവും മൂവാണ്ടൻ മാവിൽ നിന്ന് ലഭിക്കാതായി. ഇത്തിള് തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ദിവസം തീരെ അവശനായ മൂവാണ്ടൻ മാവിനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇത്തിൾ ചെടി നാണം കെടുത്തി. ഞാൻ എത്രയോ ദിവസം പട്ടിണിയിലാണ്. ഈ മൂവാണ്ടൻ മാവ് എനിക്ക് വെള്ളമോ വളമോ തരുന്നില്ല. ആഴ്ചകളായി. എന്നിട്ട് ഞാൻ ആരോടും പരിഭവമോ പരാതിയോ പറഞ്ഞില്ല. പക്ഷേ ഇനി എനിക്ക് ഇത് സഹിക്കാനാവില്ല. ഞാൻ അതുകൊണ്ട് ഇത്രയും കാലം ഈ മരത്തിനെ തണലേകിക്കൊണ്ട് ഞാനിവിടെ നിന്നു. അല്ലെങ്കിൽ എന്നേ ഈ മരം വെയിലത്ത് വാടിപ്പോയേനെ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മളൊരു പ്രതിസന്ധിയും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മളെ കൈയൊഴിയുന്ന എത്രയോ ബന്ധങ്ങൾ നമുക്കിടയിലുണ്ടാവാം. ഈ ബന്ധങ്ങളാണ് നമ്മൾ ഇത്തിൾ ചെടികളായി കാണേണ്ടത്. ഇതുപോലെയുള്ള ഇത്തിൾ ചെടികളെ നമ്മൾ വേരോടുകൂടി പിഴുതെറിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ അത് നമ്മളെ തന്നെ ഇല്ലാതാക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.